ബന്ധങ്ങൾ തകരാൻ പാടില്ല, എന്നാൽ വിലമതിപ്പില്ലാത്തിടത്ത് അവ നിലനിർത്താൻ പാടില്ല. ശക്തമായ മനസ്സിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. തന്റെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷക്കുംഭം പോലെയാണ്. ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്. അത് നിങ്ങളെ നശിപ്പിക്കും. ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി: ആരെപ്പറ്റിയും മോശമായി പറയാതിരിക്കുക. സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവന്റെ നേരെ വെറുപ്പിന്റെ ജ്വാലയും ആളിപ്പടരും. ഒരു വ്യക്തിയുടെ നന്മയെക്കുറിച്ച് എല്ലാവരും നിശബ്ദരാണ്. ചർച്ച അവന്റെ തിന്മയെക്കുറിച്ചാണെങ്കിൽ മൂകന്മാർ പോലും സംസാരിക്കും. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു, സത്യം പറയുന്നവന് എതിരാളികളെയും. കുടുംബത്തിൽ അച്ചടക്കമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കുടുംബനാഥൻ തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഏതൊരു സംഘടനയെ പോലെ വീട്ടിലൊരു നേതാവ് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. പ്രായമായ ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അംഗം കുടുംബത്തിന്റെ തലവനാണെന്ന് പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നുവെന്നും പലപ്പോഴും വിശ്വസിക്കപ്പെടുന്നു. ഒരു വീട് ചിട്ടയായ രീതിയിൽ നടത്തുകയാണെങ്കിൽ അത് സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നു. എന്നാൽ അതേസമയം ക്രമരഹിതമായ ഒരു ക്രമീകരണം അംഗങ്ങൾക്കിടയിൽ അരാജകത്വവും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നു. പ്രശ്നങ്ങളൊന്നും കുടുംബത്തെയും അംഗങ്ങളെയും ദോഷകരമായി ബാധിക്കാതിരിക്കാൻ വീടിന്റെ തലയിലുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ പഠനങ്ങൾ പറയുന്നത് ഇങ്ങനെ: അഭിപ്രായത്തിൽ സാധുവായ, തെളിവുകളില്ലാതെ ഒന്നും വിശ്വസിക്കാത്ത ഒരാളായിരിക്കണം കുടുംബനാഥൻ. ഏതൊരു വാർത്തയും വിശ്വസിക്കുന്നതിനു മുമ്പ് അവ സ്ഥിരീകരിക്കണം. അവൻ എല്ലാവരെയും വിശ്വസിക്കുന്നുവെങ്കിൽ അത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കുടുംബനാഥൻ അവരുടെ ചിലവുകൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. അവൻ അനാവശ്യ സ്ഥലങ്ങളിൽ ചെലവഴിക്കുകയാണെങ്കിൽ അത് കുടുംബത്തിന് തെറ്റായ സന്ദേശം നൽകുകയും സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഗൃഹനാഥന് തന്റെ പണവും സമ്പാദ്യവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെങ്കിൽ കുടുംബത്തിൽ ഒരിക്കലും പണത്തിന് ക്ഷാമമുണ്ടാകില്ല. പ്രയാസകരമായ സമയങ്ങളെ നേരിടാൻ സാമ്പത്തികം വളരെ പ്രധാനമാണ്. ഏതൊരു തീരുമാനവും എടുക്കുമ്പോൾ ഗൃഹനാഥൻ എല്ലാ കുടുംബാംഗങ്ങളെയും കണക്കിലെടുക്കുകയും ആരെയും ദ്രോഹിക്കാത്ത തീരുമാനമെടുക്കുകയും വേണം. കുടുംബത്തിൽ അച്ചടക്കമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കുടുംബനാഥൻ തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. ഉണങ്ങിയ ഒരു വൃക്ഷം മൂലം ഒരു കാടിനെ മുഴുവൻ എങ്ങനെ തീ നശിപ്പിക്കുന്നുവോ അതുപോലെ ദുസ്വഭാവിയായ ഒരു പുത്രൻ തന്റെ കുലം അപ്പാടെ നശിപ്പിക്കാൻ ഇടയാകുന്നു. ഒരുപാട് മുഖങ്ങളുള്ള ഒരാളെ കാണുമ്പോൾ നിങ്ങളുടെ മുഖം കറുപ്പിക്കുന്നതിൽ തെറ്റില്ല. മറ്റൊരാളിന്റെ കുറ്റങ്ങൾ സദസ്സിൽ വിളമ്പുമ്പോൾ ഒന്നാലോചിക്കുക. നീയും എല്ലാം തികഞ്ഞവനാണോ എന്ന് ചിന്തിക്കൂ. ദുഷ്ടൻ, പാമ്പ് ഇവയിലൊന്നിനെ സ്വീകരിക്കേണ്ടി വന്നാൽ പാമ്പിനെ സ്വീകരിക്കുക. കാരണം സ്വയം രക്ഷക്കല്ലാതെ പാമ്പ് ആക്രമിക്കുകയില്ല. ചോരത്തിളപ്പിന്റെ കാലത്ത് നമുക്ക് തോന്നും ഈ ലോകം മുഴുവൻ നമ്മുടെ കാൽക്കീഴിലാണെന്ന്. ശരീരവും മനസ്സും തളർന്ന് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ മനസ്സിലാവും കിടക്കുന്ന സ്ഥലം പോലും തൻ്റെതല്ലെന്ന്. ഒരു മനുഷ്യൻ മഹാനായിത്തീരുന്നത് അവന്റെ പ്രവൃത്തി കൊണ്ടാണ്, ജന്മം കൊണ്ടല്ല. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടികകൾ എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. രോഗം, ദുഃഖം എന്നിവ വരുമ്പോഴും ക്ഷാമം നേരിടുമ്പോഴും ശത്രുക്കൾ എതിർക്കുമ്പോഴും രാജകൊട്ടാരത്തിന്റെ വാതിൽക്കലും ശ്മശാനത്തിലും കൂടെയുണ്ടാവുന്നവനാണ് യഥാർത്ഥ ബന്ധു. സമയം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു. അത് എല്ലാത്തിനെയും സംഹരിക്കുന്നു. നാം ഉറങ്ങുമ്പോൾ അത് ഉണർന്നിരിക്കുന്നു. നാം അറിയാതെ അത് നമ്മെ പിടികൂടുന്നു.
സമയം എന്നത് നിയന്ത്രണ വിധേയമല്ല. ബുദ്ധിജീവി ചമയുന്നവരും അക്രമികളും അസ്വസ്ഥത കാട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, രാജാവ് നേരായ പാതയിലാണ് രാജ്യഭരണം നടത്തുന്നതെന്ന്. അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചിതൽപുറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു. പണം എല്ലായിടത്തും ഉപയോഗപ്രദമല്ല. അതേസമയം അറിവ് ഒരു മനുഷ്യന്റെ സമ്പത്താണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ യുദ്ധം വളരെ എളുപ്പത്തിൽ വിജയിക്കാനാകും.